ഓൽക്കൊന്നും മനസ്സിലാകാത്തോല് എന്ന് പറയുമ്പോ അവരൊക്കെ എന്തിനു ജീവിച്ചു? ഉദരപൂരണത്തിൽ തിന്നാൻ വേണ്ടി നടന്നവരെന്ന് ശകാരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ വാക്കാ. അള്ളാന്റെ റസൂൽ ഒന്നുകൂടി പറത്തി പറഞ്ഞു, ഒരു ലേശം ഖുർആന്റെ വിവരം കിട്ടുമ്പോ മറ്റവർക്കൊന്നും വിവരമില്ല എന്ന് പറയുന്ന കുട്ടക്കാർ. കഴിഞ്ഞുപോയ ആളുകളൊന്നും ഖുർആൻ പഠിച്ചില്ല, വിവരമുണ്ടായില്ല. കഴിഞ്ഞുപോയ ആളുകൾക്കൊന്നും വിവരമുണ്ടായില്ല. അവരൊക്കെ തിന്നാൻ വേണ്ടി പറഞ്ഞു. വലിയ വലിയ ആലിമീങ്ങളെ പറയുമ്പോഴേ എന്താണോ ഇങ്ങനെ പഠിക്കുന്നവർക്ക് വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞില്ലേ ഓൽക്കുന്ന ഓൽക്കൊക്കെ എന്താ ഒലക്കെ തിന്നാൻ, ഒലക്ക നക്കാൻ, ഒലക്ക അങ്ങനെ ആക്കാൻ, ഒലക്ക് ഉദരപൂരണത്തിന് അല്ലാണ്ട് റസൂല് പറയാ വെറുതെയല്ല. ഖുർആന്റെ പേരിൽ വരുന്നവരെ ഒരു കൂട്ടരെ റസൂലുള്ള വിവരിക്കുന്നത് ഖുർആൻ ഓതുന്ന, ഖുർആൻ പഠിക്കുന്ന പുഴുക്കൾ. റസൂലുള്ളാഹിന്റെ ഹദീസാ, ഞാൻ വെറുതെ പറയുന്ന ഹദീസല്ല. ഇമാം തുർമുദി തന്റെ നവാദുൽ നുസൂൽ എന്ന ഗ്രന്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. യഅതി അഖ്വാമുൻ മിൻ ഉമ്മത്തി യകൂനു ഫീ ആഖിരിൽ സമാൻ ദീദാനുൽ ഖുർആൻ, യകൂനു ഫീ ആഖിരിൽ സമാൻ ദീദാനുൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന, ഖുർആൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരിലെ പുഴുക്കൾ, ഖുർആൻ പഠിക്കുന്നവരിലെ പുഴുക്കൾ. റസൂലുള്ളാഹിന്റെ നബുവത്തിന്റെ കലിമത്താണ്, നമ്മളൊരാളുണ്ടാക്കുന്ന കലിമത്തല്ല. ഇമാം തുർമുദിയുടെ നവാദുൽ നുസൂലിലെ ഹദീസ് ആരംഭരബിതങ്ങൾ പറയാ, യകൂനു ഫീ ആഖിരിൽ സമാൻ, അന്ത്യദിനത്തോടടുത്ത അടയാളങ്ങളിൽ ഉണ്ടാകും ദീദാനുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുകയും ഖുർആൻ ചിന്തിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന പുഴുക്കൾ. ആ കാലഘട്ടത്തിൽ ഒരാൾ എത്തിപ്പെട്ടാൽ, ആ കാലത്തെ ഖുർആനിന്റെ പുഴുക്കളെ കണ്ടാൽ അവന്റെ കെടുതിയെ തൊട്ട് പടച്ചോനോട് തന്നെ കാവലിനെ തേടില്ലാതെ രക്ഷയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഓന്റെ നാക്കൊന്നും അടങ്ങൂല്ലോ, ഓന്റെ ശകാരൊന്നും നിൽക്കൂല്ലോ, ഓന്റെ ചീറ്റൊന്നും നിൽക്കൂല്ലോ എന്ന് ദുരിതം പറയുമ്പോ അടിച്ചാ നിൽക്കൂല, പിടിച്ചാ നിൽക്കൂല, കെട്ടിയാ നിൽക്കൂല, താക്കീത് കൊണ്ട് നിൽക്കൂല. അവന്റെ കെടുതിയെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടട്ടെ. അവർ ദുർഗന്ധം വമിക്കുന്ന വായക്കാരാണ്. ഖുർആൻ ഓതുന്നവരുടെ വായ സുഗന്ധം വരണം. ഖുർആനിന്റെ വായ, ഖുർആനിന്റെ വായു അത് സുഗന്ധമാണ്. പക്ഷെ ഇവർ ഖുർആൻ ഓതുന്നത് കൊണ്ട്, ഖുർആൻ പഠിക്കുന്നത് കൊണ്ട്, ഖുർആൻ വിവരിക്കുന്നത് കൊണ്ട് ഖുർആൻ 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 എല്ലാ വിവരവും ഖുർആനുണ്ട്. നിങ്ങൾ ഖുർആൻ പഠിച്ചോ, കിതാബക്കാടൊക്കെ നിങ്ങൾ ഖുർആൻ പഠിച്ചോ അല്ലെ? ഖുർആൻ, ആ ഖുർആൻ എന്ന് പറയുന്നത് കൊണ്ട് ഖുർആനുമായി ഉണ്ടാകേണ്ട സുഗന്ധത്തിന് പകരം വഹുമുൽ അംഥനൂൻ, അവർ വായ നാറുന്ന നാറ്റക്കാരാകുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസിന്റെ തുടർച്ച മറ്റൊരു ഹദീസ്, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ, ഖുർആനാണ് അവരുടെ ജീവൻ. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് വരും. അവർ ചോദിക്കും റോട്ടിലിറങ്ങിയിട്ട്, കുട്ടികളുടെ ഇടയിൽ വന്നിട്ട്, മന്നഖറഉമിന്ന, ആരാണ് ഞങ്ങളെക്കാൾ ഖുർആൻ അറിയുന്നത്? മന്നഖറഉമിന്ന, ഞങ്ങളെപ്പോലെ ഖുർആൻ അറിയുന്നത് ആരാണ്? ഇന്നലെ മിഞ്ഞാന്ന് ഖുർആൻ ഒന്ന് കേൾക്കാൻ പോയോനെ, ബിസ്മില്ലാഹി എന്ന് അറിയാം ബായ ഉണ്ടാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടാത്തവനെ ഓ അലിഫുലാമീനൊക്കെ അർത്ഥം വെക്കപ്പോ അലിഫുലാമീൻ സകലകലാവല്ലഹുമാരായ ഉലമാക്കന്മാരെ മുഴുവൻ പറയുന്നത് അല്ലാഹു അലൂബി മുറാദിഹി ബിദാലിക്. എന്താ ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്ന അള്ളാഹ് ഞങ്ങൾക്ക് അടുപ്പായിട്ടുണ്ട്. കാരണം ഭാഷയിൽ അങ്ങനെ ഒരു ശബ്ദമല്ല, ഒരു ലഘുവില്ല. അലിഫ് അക്ഷരേ ഉള്ളൂ അല്ലെ? അക്ഷരം നമ്മൾ കേട്ടിക്കണ അലിഫ്. അലിഫ് എന്ന് ഒഴിഞ്ഞാൽ ഒരു അർത്ഥം നമ്മൾ കേട്ടുക്കണോ? ഇല്ല. അലിഫ് എന്ന് പറഞ്ഞാൽ ബോർഡിൽ എഴുതി കൊടുക്കുന്ന ആ നന്നിന്റെ പേരാണ്. അങ്ങനെ നമുക്കറിയുള്ളൂ. ഈ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ് നോക്കി കേൾക്കുക അല്ലാഹു, ലാമ് ജിബ്രീല്, മീമ് മുഹമ്മദ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ ആരും കേട്ടിട്ടില്ല. മൂപ്പര് ഖുർആൻ പഠിച്ചപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയതാലോന്ന്, മൂപ്പർക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന വല്യൂപ്പര് ഇങ്ങോട്ട് ഇറക്കിയതാലോന്ന് എന്നാ വിചാരിക്കുന്നത്. എടയുടെ മണ്ടന്മാരെ. പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാര് വരെ അലിഫുലാമി എന്നാണ് ഇത് പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവെ പോലുള്ള സ്വഹാബാക്കൾ ഖണ്ഡിതമായി പറഞ്ഞതല്ല. സൂചനാനാമങ്ങളാണ് നിന്ന് കുറിക്കാൻ വ്യത്യസ്തമായ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, ലാം, മുയിം എന്നതിനൊക്കെ ഒരുപാട് വാക്കുകൾ മഹാനായ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഖതാദയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കേവലം സൂചനകളാണെന്ന് സൂചിപ്പിക്കാനാണ്. അലിഫിന്റെ അർത്ഥമല്ല. എന്ന് പറഞ്ഞാലോ അതിന് വേറെ കുറെ അർത്ഥം. ശരി തന്നെ, കാഫുള്ളൊരു വാക്കോ മീമുള്ളൊരു വാക്കോ ആർക്കോ പറഞ്ഞുകൂടാത്തത് ഞങ്ങൾക്കറിയാലോ. ഏറ്റി എന്ന് പറഞ്ഞ അണ്ടിത്തോടൻ എന്നാണ്. ഉദാഹരണം എങ്ങനെ വരാലോ? ഏറ്റി, അണ്ടിത്തോടൻ. കെ കെ കുക്കുരിക്കൽ നീ നമുക്ക് വരാലോ, അല്ല വരാ. കെ കെ എ ഒക്കെ പറഞ്ഞതിനൊക്കെ കൂട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കേക്കന്റെ അല്ല വേറെ കേക്കേണ്ടത്. അതറിയില്ല നമുക്ക്. കെ കെ എന്ന് ഒറ്റ കരളിക്കാറ്റുന്നത് കേട്ടി അല്ലെ? കെ 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 നമ്മൾ ഷെഫുലാന്റെ കരിമ്പനക്കൽ കെ കെ കരിമ്പനക്കൽ അല്ലെങ്കിൽ കറയക്കാട്ട് കരിമ്പനക്കൽ, കറയക്കാട്ട് കരിമ്പനക്കൽ എന്നാ കെ കെ ഷെഫുലാന്റെ. അങ്ങനത്തെ കേക്ക് എത്ര ഉണ്ട്? കെ കെ അബൂബക്കറിന്റെ കേക്ക് അതിൽ കൂട്ടാൻ പറ്റുമല്ലോ. ഈ കെ അബൂബക്കർ മുസ്ലിം മരിച്ച ഊപ്പര് എഴുത്തച്ഛൻ കുണ്ടിൽ, എഴുത്തച്ഛൻ കുണ്ടിൽ ഈ കെ. ഇല്ലിക്കൽ എന്ന് പറഞ്ഞാലും പറയും ഈ കെ അല്ലെ? ഇല്ലിക്കൽ
ഏരിയങ്കുളം എന്ന് പറഞ്ഞാലും പറയും ഈക്ക. എത്ര ഈക്കുണ്ട് നമ്മളെ നാട്ടിലൊരു ഈക്കുണ്ട്. അബൂബക്കർ മുസ്ലിം ഈക്ക, അബൂബക്കർ മുസ്ലിം അവിടെ രണ്ടും രണ്ട് ഈക്കയാണ്. അങ്ങനെ എത്ര അലിഫിലാമി എത്ര കാഫായ, ഇതൊക്കെ ഓരോ വാക്കിന്റെ ചുരുക്കം എന്നാൽ ഏത് അലിഫിലാമി ഏത് ലാമി എന്തിന്റെ ചുരുക്കം, ഇതൊക്കെ വ്യക്തമായി ഖണ്ഡിതമായി പറയാൻ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളുടെ റഈസ് എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ കഴിയാത്തതുകൊണ്ട്, വ്യത്യസ്തത വരുന്നതുകൊണ്ട്, വൈവിധ്യം വരുന്നതുകൊണ്ട്, ഭാഷയിൽ അങ്ങനെ ഒരു ശബ്ദമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിദ്ധരായ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക, ഖണ്ഡിതമായി ഇതിന്റെ അർത്ഥം എന്ത്, ഉദ്ദേശം എന്ത് എന്നറിഞ്ഞൂടാ. ഇത് ചില സൂചനകളാണ്, ചില സത്യങ്ങളിലേക്ക് സൂചന. അതിനർത്ഥം പഠിച്ച ഇന്നലെ മിഞ്ഞാന്ന് കച്ചവടം കഴിഞ്ഞ് പഠിച്ചാൻ പോയതാണ്. ഞാൻ ഒരാളെ പറയല്ല, ഉദാഹരണം പറയാണ്. കച്ചവടം മറ്റൊന്നൊക്കെ എന്റെ വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആരെങ്കിലും ഒരാളെ സൂചിപ്പിക്കാൻ നിങ്ങൾ ധരിക്കണം. ഇന്നലെ മിഞ്ഞാന്ന് വരെ അയാൾ പണി വായ്ക്കട കച്ചവടം ചെയ്തുകൊണ്ട് ഇന്നലെ മിഞ്ഞാന്ന് വരെ വന്ന ഒരാൾ ഇന്ന് ഖുർആൻ പഠിക്കാൻ പോയപ്പോ ഞാനിപ്പോ ഖുർആൻ പഠിച്ചു നോക്കുമ്പോഴല്ലേ, ഖുർആൻ പഠിച്ചു നോക്കുമ്പോ ഖുർആൻ തിരിഞ്ഞു നോക്കുമ്പോ മന്നക്കറവുമില്ല. ആരാ ഞങ്ങളെ പോലെ ഖുർആൻ പഠിച്ചവർ? ആ മൂലയിൽ 20 കൊല്ലം ഓതിയിട്ട് ഖുർആൻ പഠിച്ചോ? 30 കൊല്ലം വളർന്നിട്ട് ഖുർആൻ പഠിച്ചോ? 25 കൊല്ലം പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ഖുർആൻ പഠിച്ചോ? ഞങ്ങൾ പഠിച്ച് പഠിച്ചോന്റെ മുമ്പിൽ ഒന്ന് കൊന്നു നോക്കണ്ടപ്പോ എന്റെ പഠിപ്പ്. അങ്ങാടിയിൽ ഇറങ്ങി കുട്ടികളോടല്ല പറയാ, പഠിപ്പ് ചെയ്യണമെങ്കിൽ പഠിച്ചോനോട് പറ. വിശുദ്ധ ഖുർആൻ പഠിച്ച വർഷങ്ങളോളം ഖുർആൻ ഓതിയ ഖുർആൻ പഠിച്ചവരോട് പഠിച്ചവർ സംസാരിക്കട്ടെ. അപ്പൊ മനസ്സിലാക്കാം ഇവന്റെ പഠിപ്പ് എന്തർത്ഥം അറിയാം. അറബിൽ അവൻ എത്ര വളർന്നിട്ടുണ്ട്, ഗ്രാമർ അവൻ എന്തറിയാം, ശബ്ദത്തെക്കുറിച്ച് അവൻ എന്തറിയാം, ഓതാനവൻ എന്തറിയാം, നിയമവൻ എന്തറിയാം. ഭണ്ഡാരമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാ ഇൽമുകളും സംസ്കരിക്കപ്പെട്ട, നിക്ഷേപിക്കപ്പെട്ട, എല്ലാം സൂക്ഷിക്കപ്പെട്ട ഭണ്ഡാരം. ആ ഭണ്ഡാരത്തിന്റെ അകത്തിൽ നിന്ന് വിജ്ഞാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിലെ മുത്തുമണികൾ വേറിട്ട് പല പാനപാത്രങ്ങളിലാക്കി വിഭജിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഉലമാക്കൾ. അതിൽ വിധികളുണ്ട്, കർമ്മവിധികൾ. ആ കർമ്മവിധികളാണ് ആയിരക്കണക്കിന് വല്ലങ്ങളിൽ ഫുഖഹാ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഓർക്കണം നമ്മൾ, അതിലൊരുപാട് വിശ്വാസത്തിന്റെ തത്വങ്ങളുണ്ട്. ആ വിശ്വാസത്തിന്റെ തത്വങ്ങളാണ് നൂറുകണക്കിന് വല്ലങ്ങളുണ്ട് കിതാബുകളിൽ ഇൽമുൽ കലാമിന്റെ വിശ്വാസശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. സ്വഭാവ സംസ്കരണത്തിന്റെ വിവരങ്ങൾ നൽകുന്ന ഒരുപാട് ഖുർആനിലുണ്ട്. ആ വിവരണങ്ങളാണ് തസവ്വുഫിന്റെ, മഅരിഫത്തിന്റെ, തസ്കിയത്തിന്റെ ഇൽമിന്റെ ഉലമാക്കൾ വല്ലക്കണക്കിന് കിതാബുകൾ എഴുതി വെച്ചിരിക്കുന്നത്. അതേ ഖുർആനിൽ നിന്നാണ് അറബി ഭാഷയുടെ ഗ്രാമർ പഠിപ്പിക്കുന്നത്. അതേ ഖുർആനിൽ നിന്നാണ് ഭാഷയുടെ സാഹിത്യം പഠിപ്പിക്കുന്നത്. അതേ ഖുർആനിൽ നിന്നാണ് അദബ് പഠിപ്പിക്കുന്നത്. അതേ ഖുർആനിൽ നിന്നാണ് കവിതയുടെ, ഗദ്യത്തിന്റെ പ്രാസം വരെ പഠിപ്പിക്കുന്നത്, ശീൽ വരെ പഠിപ്പിക്കുന്നത്. ഖുർആൻ ഇതാ ഖുർആൻ. ആ ഖുർആന്റെ എവിടെയെങ്കിലും ഒരു ഓരത്ത് ആരോ ഒന്ന് ഓതിക്കൊടുത്ത് നമ്പർ ഇത്ര, സൂറത്ത് ഫുസിലത്ത് 93, അങ്ങനെ പറഞ്ഞാൽ തിരിയും. സൂറത്ത് ഫുസിലത്ത് 93, സൂറത്ത് ആദം മറ്റേ 3, സൂറത്ത് അൽ-ബഖറ 23 എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കിട്ടുമെന്നാണ് അവന്റെ വിചാരം. അതേപോലെ പറയാറുള്ളൂ 23. ആ 23 ആയത്തും ഓതാനും അവന് കിട്ടൂല, ഓതിയിട്ട് നടത്തിയർത്ഥം പറയാൻ കിട്ടൂല. ഞങ്ങൾ ആവുന്നത് പഠിച്ചതെങ്കിലും അങ്ങനെയാണ്, അത് മനസ്സിലാക്കണം. എന്ന് ഞങ്ങൾ ഓതിയാൽ ലാലിക്കയെ കുറിച്ച് ധാരാളം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അൽ കിതാബ് എന്നതിനെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്. ലാ റൈബ ഫീഹി എന്നതിനെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്. മരിക്കുന്നത് വരെ പഠിക്കാനുമുണ്ട്. ഇനി എത്ര പഠിച്ചാലും തീരൂല വിശുദ്ധ ഖുർആൻ. എത്ര വലിയ ഭണ്ഡാരം. ആ വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ നോക്കി ഉരുവിട്ടിട്ട് പരിഭാഷ പഠിച്ചും നമ്പർ പറയാൻ പഠിച്ചത് കൊണ്ട് ഖുർആൻ തിരിയും. ഞങ്ങളെപ്പോലെ ഖുർആൻ തിരിയുന്നവരില്ല എന്ന് പറയുന്നവരാ റസൂൽ എന്ന് പറയുന്നത്. അവർ ഖുർആൻ പഠിക്കും, ഖുർആൻ ഓതും. ഞങ്ങളെക്കാൾ ഖുർആൻ തിരിയുന്നവരാണോ, ഞങ്ങളെക്കാൾ ഖുർആൻ പഠിച്ചവരാണോ എന്ന് ചോദിക്കും. ഞങ്ങളെക്കാൾ ഇൽമുള്ളവരാണ്, ഖുർആനിലല്ലേ ഇൽമ്, അതുള്ളവരാണെന്ന് ചോദിക്കും. അവരാണ് നരകത്തെ കത്തിക്കുന്ന വിറകുകൾ, നരകത്തിൽ കത്തിജ്വലിക്കുന്ന വിറകുകൾ. നാളെ നരകം കത്തിജ്വലിച്ചുയരാൻ വേണ്ട വിറകുകളെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ആരംഭ നബിതങ്ങൾ പറഞ്ഞ ഇത്തരം ഖുർആനിന്റെയും ഖുർആനിക അധ്യാപനത്തിന്റെയും ഖുർആനിന്റെ പഠനത്തിന്റെയും പേരിൽ പെരുമ നടിക്കുന്ന, അഹങ്കാരം നടിക്കുന്ന, മറ്റുള്ളവരെ ശപിക്കുന്ന, കഴിഞ്ഞ കാല ഉലമാക്കളെ ശപിക്കുന്ന, കഴിഞ്ഞ കാലത്തെ ഉലമാക്കൾക്കൊന്നും തിരിഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തുന്ന, ശകാരിക്കുന്ന മനുഷ്യന്മാർ വന്നാൽ അപ്പം പിന്നെ അപായത്തിന്റെ കാറ്റുകളും വലിയ വലിയ സുനാമികളും ദുരന്തങ്ങളും, അതിനപ്പുറമുള്ള ഹസ്വം മസ്വം, ഇനി അതിനപ്പുറമുള്ള മാലയിൽ നിന്ന് മണി കളച്ചു പോകുന്നത് പോലെ അനുസ്യൂതം തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഭീകര താണ്ഡവങ്ങളും വലിയ വലിയ ദുരന്തങ്ങളും നിങ്ങൾ കാത്തുകൊള്ളുക. ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിച്ച് നമ്മൾ ഈ ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമ്മൾ വിശ്വാസികളാവുക, അപ്പോഴാണ് നമ്മൾ പരലോകം വിശ്വസിക്കുന്നവരാവുക, അപ്പോഴാണ് നമ്മൾ വിശുദ്ധ ഖുർആന്റെ ശബ്ദം മനസ്സിലാക്കിയവരാവുക. വിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആയത്തുകളിൽ പറയുന്നത് അല്ലാഹു തആല ഈ ലോകത്തെ അവസാനം നശിപ്പിച്ചിട്ട് പരലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ആ പരലോകത്ത് നടക്കുന്ന
സംഭവങ്ങൾക്ക് മുന്നോടിയായി വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കുന്ന വലിയ ദുരന്തങ്ങളാണ് ഖിയാമത്തിന്റെ ദുരന്തം. ആ ദുരന്തത്തിന്റെ സൂചനകളായി മനസ്സിലാക്കാൻ, താക്കീതുകളായി മനസ്സിലാക്കാൻ, മുന്നറിയിപ്പുകളായി മനസ്സിലാക്കാൻ